1970 മലയാളം ഹിറ്റ്സ് മൂൺലൈറ്റ് ഹിറ്റ്സ് റൗണ്ടിൽ അടുത്തതായി പെർഫോം ചെയ്യാനെത്തുന്നു ജിഷ്ണുദാസ് and സുഹേദ്. ജിഷ്ണുദാസ് and സുഹേദ്, എനിക്ക് നിങ്ങളുടെ ദിസ് ഈസ് ദ സെക്കൻഡ് റൗണ്ട് അല്ലേ? ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ കോസ്റ്റ്യൂം വൈസ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഓരോരോ റൗണ്ടിൽ ഒരു നല്ല ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഐ എം ഈഗർ ടു സീ എന്താണ് ഈ റൗണ്ടിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മദാലസയായി. ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനി ഇവിടെ. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മദാലസയായി. ഇന്നി പ്രേമം പൂക്കും മുകിലിൻ വേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനി ഇവിടെ. ഭാവനകൾ നവചേതനയിൽ ചിറകുവിടർത്തട്ടെ. നിന്മത നൃത്തം കണ്ടിട്ടിവിടെ ജീവിതമൊഴുകട്ടെ. കാമിനി തുടരൂ മാദക നർത്തനം. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മദാലസയായി. നർത്തനം തുടരൂ മോഹിനി ഇവിടെ. ജഡമോഹങ്ങൾ രാഗമയൂരപ്പീലി വിടർത്തട്ടെ. നിന്റെ നൃത്തം കണ്ടു ഭ്രമിക്കും രാവുകൾ പുലരട്ടെ. രാഗിണി വിടരൂ കന്മദ പുഷ്പമായി. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മദാലസയായി. ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനി ഇവിടെ. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മദാലസയായി. ഇന്നി പ്രേമം പൂക്കും മുകിലിൻ വേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനി ഇവിടെ. ജിഷ്ണുദാസ് and സുഹേദ്, എന്താണ് ഇത്? എനിക്ക് വയ്യ. ശാന്തി മാസം ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇവർക്കും ശാന്തി മാസിനോട് ഭയങ്കര സ്നേഹമാ. ഓക്കെ, വൺ തിങ് എനിക്ക് ജിഷ്ണുടെ വൺ പോസിറ്റീവ് തിങ് എന്ന് പറയാം. ആദ്യത്തെ റൗണ്ടിൽ വന്നത് ഒരു പെണ്ണ് വേഷത്തിലാണ്. സെക്കൻഡ് ഈ ഒരു വേഷത്തിൽ. ഐ മീൻ ഹീസ് വെരി ഫ്ലെക്സിബിൾ ടു ക്യാരക്ടേഴ്സ്. ആ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് ജിഷ്ണുവിന്. എനിവേസ്, കൂൾ കമന്റ്സ് നമുക്ക് അവിടുന്ന് കേൾക്കാം. ആൻഡ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. ജിഷ്ണുദാസ്, സുഹൈദ്, ശരിക്കും അമൃത ടിവിയുടെ ലെറ്റ്സ് ഡാൻസ് ഞങ്ങൾക്ക് വളരെയധികം ഭാഗ്യമുണ്ട്. കഴിവുള്ള നിങ്ങളെപ്പോലുള്ള കുറേ പേരെ ഞാൻ കിട്ടിയിട്ടുണ്ട്. ഇത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ആള് ശരിക്കും വളരെയധികം സന്തോഷമുണ്ട്.
നല്ല ക്വാളിറ്റി പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു കഴിഞ്ഞ പെർഫോമൻസിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളൊരു അറ്റംപ്റ്റ് നിങ്ങൾ ചെയ്തു. അതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലാസ്റ്റുള്ള സസ്പെൻസാണ്. അത് മാത്രമല്ല, ഈ ഒരു സോങ് സെലക്ഷൻ നല്ലതായിരുന്നു. നിങ്ങൾ ഇങ്ങനൊരു ഈ ഒരു കാറ്റഗറി, ഈ ഒരു ഡാൻസ് വരുമ്പോൾ നിങ്ങളത് എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു മെയിൽ ഫീമെയിൽ പെയറല്ല, നിങ്ങളെങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ സോങ് വെറുതെ നിങ്ങളൊരു നോർമൽ ഒരു കോസ്റ്റ്യൂമിൽ ചെയ്തിരുന്നെങ്കിൽ ഇത്ര ഒരു രസം ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കും എൻ്റർടൈനിങ് ആയിരുന്നു, റോക്കിംഗ് പെർഫോമൻസ്. ഇതിൽ ഇപ്പം നമ്മുടെ പെർഫോമൻസ് ഓരോന്ന് കണ്ട് വരുമ്പോൾ ശരിക്കും ഏതാണ് മെച്ചമെന്നുള്ളതാണ് നമ്മുടെ ഒരു കൺഫ്യൂഷൻ. ആദ്യത്തെ റൗണ്ടിൽ തന്നെ എല്ലാവരും മാക്സിമം നന്നായിട്ട് പ്രൂവ് ചെയ്യുന്നുണ്ട്. ആകെ ഉള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവല് താഴേക്ക് പോകരുത്, അത് മേളിലേക്ക് തന്നെ പോകണം കേട്ടോ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജിഷ്ണുദാസ് ആൻഡ് സുഹൈദ് രണ്ടുപേരും നമ്മളെ ഭയങ്കരമായിട്ട് വിസ്മയിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സോങ്ങിൽ ആരും ചിന്തിക്കാത്ത ഒരു ഐഡിയ, ഒരു കോൺസെപ്റ്റ്, ഒരു തോട്ട് ഒക്കെ പുതിയതായിട്ട് നിങ്ങൾ കൊണ്ടുവന്നു. വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങളാണോ അതോ കൊറിയോഗ്രാഫറിന്റെ ഐഡിയ? ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ് ടു കൊറിയോഗ്രാഫർ. ആൻഡ് ഇത്രയും ഭംഗിയായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചതിന് നിങ്ങൾക്കും ഞങ്ങളെ ഒരുപാട് എൻ്റർടൈൻ ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. ആൻഡ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസും ക്രിയേറ്റിവിറ്റിയും എല്ലാം, ഈ കോസ്റ്റ്യൂം സെൻസും എല്ലാം ഇങ്ങനെ തന്നെ കൊണ്ടുപോവുക. കീപ് ഇറ്റ് അപ്പ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശാന്തി മാസ്റ്റർ. എൻ്റെ കഷ്ടകാലം അല്ലേ? എന്നോട് ഒരു ഇഷ്ടം കാണിക്കുന്ന രണ്ടുപേരുടെ ഒരു രൂപം ഒന്ന് നോക്കൂ അവിടെ. അതെ, സ്നേഹമാണ് വലുത്, സ്നേഹമാണ്. ഞാൻ അടുത്ത് വന്നപ്പോൾ ഇച്ചിരി പേടിയായിരുന്നു. ദൂരേന്ന് കണ്ടപ്പോൾ ആ സ്നേഹം ഭയങ്കരമായിരുന്നു. ആ കണ്ണട ഒക്കെ വെച്ചിട്ട് അടുത്ത് വന്നപ്പോഴാണ് ഇച്ചിരി ചെറുതായിട്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ, നിങ്ങൾ രണ്ടുപേരുടെയും വരവ് ജസ്റ്റ്, അതായത് പെർഫോമൻസ് തുടങ്ങിയിട്ടില്ല, അതിനു മുന്നേ തന്നെ ഈ എൻട്രിയിൽ തന്നെ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ആയിട്ട് നിങ്ങൾ വന്ന് അവിടെ നിന്നിട്ട്, പിന്നെ സിജ എല്ലാ ചോദ്യത്തിനും നിങ്ങൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ മറുപടി പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ സിജ പറഞ്ഞ ഒരു കാര്യം, ഫസ്റ്റ് ഇതിൽ ഇങ്ങനെയായിരുന്നു കോസ്റ്റ്യൂം, ഇപ്പം നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ സിജ? പറഞ്ഞല്ലോ നിങ്ങളുടെ കോസ്റ്റ്യൂം അപ്പിയറൻസ്, പിന്നെ പറഞ്ഞല്ലോ ആ ഇംപ്രൂവ്മെന്റ് ആ സമയത്ത് നിങ്ങളുടെ വൈറ്റിലും പിന്നെ ബാക്കിലും ആണ് ഞാൻ കണ്ടത്. നല്ല ഒരു ഇംപ്രൂവ്മെന്റ് ആണ്. ഹാർട്ടിലുണ്ടോ? വെരി ഗുഡ്. തലമുടിയിലുണ്ട്, അങ്ങനെ ആക്കാം. ഇത് എന്ത് പറയാണ് നമുക്ക്. ദിസ് വാസ് വൺ ഓഫ് ദ ഓസം, അതായത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ ഇതുവരെ കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസിന് പറയാം. എന്താണെന്നറിയോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? മൂൺ ലൈറ്റ് നമ്മൾ പറഞ്ഞത് നമ്മൾ, അതായത് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ 1970s വന്ന സിനിമകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സെലക്ട് ചെയ്യുന്ന നല്ല പാട്ടുകൾ അത് നമ്മൾ എങ്ങനെ അവതരിപ്പിക്കും. അപ്പം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഈ ഐഡിയ, കൊറിയോഗ്രാഫി, അതിൻ്റെ ഇടയ്ക്ക് വന്ന കോമിക്കൽ, അതായത് കോമഡി ഒന്നും പറയാതെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരണം. ആ ചിരി ഞങ്ങൾക്ക് എല്ലാവരും, ഞങ്ങൾ ഒരുപാട് ചിരിച്ചു എല്ലാവരും. സോ അതെല്ലാം ഇറ്റ് വാസ് ദി ബെസ്റ്റ്. പക്ഷേ ഒരു കോമ്പറ്റീഷനിൽ എനിക്കിപ്പോൾ നിങ്ങളോട് പറയേണ്ട ഒറ്റ ഒരു കാര്യം, കോർഡിനേഷൻ. ഒന്നോ രണ്ട് സ്ഥലത്ത് രണ്ട് പേര് ചെയ്ത ഒരേപോലെ മൂവ്മെൻറ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം വേഷം ഒന്നാണ്, ആക്ടിവിറ്റീസ് എല്ലാം ഒന്നാണ്. പിന്നെ ഈ കൊട ഓപ്പൺ ചെയ്ത ടൈമിങ്ങും, പിന്നെ ഇങ്ങനെ സൈഡിൽ പോയിട്ട് കാലെടുത്തപ്പോൾ ഇത് മോൻ യെസ് ഇപ്പോൾ പിടികിട്ടി ഏത് സ്റ്റെപ്പാണ്, അത് രണ്ടുപേരും ചെയ്യും. 1 2 3. ആ കാല് പൊക്കിന് പകരം സുഹേദ് ഏത് കാല പൊക്കിയെ കണ്ടോ? സോ ഇങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇത് നമുക്ക് ആരും ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നു, അതിലും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ this will be one of the toppest performance. God bless you all. Thank you ശാന്തി മാസ്റ്റർ. അപ്പോൾ നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ശാന്തി മാസ്റ്ററിനുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഓക്കെ, നമുക്ക് സ്റ്റാർസിലേക്ക് പോവാം. ലൈല മജ്നു, 4 stars. Romeo Juliet, 4 stars. Okay.
ശാന്തി മാസ്റ്റർ. ഇത് ആർക്കാണ് ഇത് മനസ്സിലായത് നോക്കട്ടെ. 4.5. It is 4.5 star from my side. Okay, അപ്പോൾ 12.5 stars. Congratulations. ഇനി നല്ല നല്ല വേഷങ്ങൾ, നല്ല ഡാൻസ് അടുത്ത റൗണ്ടിൽ കാണാം. അപ്പോഴത്തേക്ക് ഓൾ ദി ബെസ്റ്റ്. So I would like to call upon all the contestants on stage. Okay, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാറായി. ശാന്തി മാസ്റ്റർ, ഇറ്റ്സ് ക്വൈറ്റ് എ ടഫ് ഡിസിഷൻ അല്ലേ? ഇന്നത്തെ പെയർ ഓഫ് ദി ഡേ ആരാണ് അല്ലേ? ആക്ച്വലി ഇന്നത്തെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ 3 പേരും നല്ലതായി തന്നെ ഇരുന്നു. അതിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത് നമ്മുടെ സുഹേദും ജിഷ്ണു ദാസ്. പക്ഷേ അവരുടെ ഒപ്പം തന്നെ ഈക്വലായിട്ട് ചെയ്ത് നമ്മുടെ എമിൽ ആൻഡ് സുമേഷ്. സോ 2 പേരും പേരായിട്ട് ഈ ഒരു ഓണർ. ഓക്കെ, ബെസ്റ്റ് പേഴ്സ് 2 പേര്. കുറച്ച് മുന്നോട്ട് വരൂ 2 പേരും. കൺഗ്രാറ്റുലേഷൻസ് 2 പേഴ്സിനും. കൺഗ്രാറ്റുലേഷൻസ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനി അടുത്ത ദിവസം നമുക്ക് കാണാം. കൂടുതൽ ബെസ്റ്റ് പെർഫോമൻസസുമായി ആരൊക്കെയാണ് ഇനി കമ്മിങ് ഡേയ്സിലെ ബെസ്റ്റ് പെയർ, ബെസ്റ്റ് ജോഡി ആരാണ് നമുക്ക് നോക്കാം. Till then, this is me, Suja Rose, signing off from Let's Dance Season 2. Monday to Thursday, 7 p.m. മുടിയിൽ പുതിയൊരു പൂതിരുകും കിളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് 100 നോട്ട് കൊണ്ടാറാട്ട്. കണ്ണാണ് നീ എന്നെ കെട്ടിയില്ലെങ്കിലും കണ്ണീരിലാണെന്റെ നീരാട്ട്, കണ്ണീരിലാണെന്റെ നീരാട്ട്. ഡിസ്കോ 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 സ്വർണ്ണത്താമരക്കിളിയേ തങ്കത്താഴിക കൂടവേ अरे राम दुहाई कैसे चक्कर में पड़ गया हाय 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 कहाँ जान फंसाई मैं तो सूली पे चढ़ गया हाय हाय कैसा सीधा सादा मैं कैसा भोला भाला हाँ എൻ നെഞ്ചിൽ വീണ മൂളും ഈണം പാടും ഈ രാവിൽ എൻ മോഹം ചൂടും തെന്നൽ കരളിൽ ചിന്നി പൊൻതിങ്കൾ എന്നും നാദം ലയം വീണ തേടുന്നു மிருகம் கொன்று கடவுள் வளர்க்க பார்க்கின்றேன் கடவுள் கொன்று உணவாய் தின்று மிருகம் மட்டும் வளர்கிறதே. ഇപ്പോൾ ഒരു നല്ല ഒരു പെൺകുട്ടി സുന്ദരിയായ നമ്മുടെ സിജയെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉള്ളവർ ഈ പകുതിയായിട്ട് ഉള്ളവരുടെ അടുത്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങൾ അവളോട് കാണിക്കുന്നത്? को थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के